ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഒരുപാട് കാലമായില്ലേ കണ്ടിട്ട്. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടായിരുന്നു വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഓക്കെ, അപ്പം ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ തൂക്കി പിടിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കുമല്ലോ നിങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങളിന്ന് പോകുന്നത് ഒരു തേനീച്ചയുടെ കൂടിൻ്റെ കളക്ഷന് വേണ്ടിയിട്ടാണ്. തേനീച്ച തേൻ സംഭരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഹണിക്കോംബ് എന്ന് പറയും, അതിൻ്റെ കളക്ഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സാണ്. അതിൽ ഒരാളുടെ ടോപ്പിക്ക്, അവരുടെ റിസർച്ച് ഏരിയ ആണ് ആക്ച്വലി ഈ ഹണി ബീസ് എന്ന് പറയുന്നത്. സോ നമ്മൾ അവർക്കൊരു കൂട് ശേഖരിക്കേണ്ട ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്, ഇതാ ഈ തേനീച്ചയുടെ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. കണ്ടോ, 2 കൂടുണ്ട്. ഇതിലൊന്ന് മഴയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റൊക്കെ വെച്ചിട്ട് ഒരു കല്ല് കൊണ്ടൊക്കെ നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആൾതാമസമില്ല. ഓക്കെ, ഇനി ചേച്ചി നന്നായിട്ട് ഒരുങ്ങാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും തേനീച്ചയുടെ അടുത്തേക്ക് പോകുമ്പോൾ വെറുതെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കുത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിട്ട് പോയാൽ ഒരുപാട് കുത്ത് കിട്ടാറുണ്ട് കേട്ടോ. എന്നിരുന്നാലും നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വൃത്തിക്ക് ചേച്ചി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സാധാരണ ചേച്ചി കളക്ഷന് പോയി തിരിച്ച് വരുമ്പോൾ ഒരുപാട് ഇവിടെ കുത്ത് കിട്ടി അവിടെ കുത്ത് കിട്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ചേച്ചി നന്നായിട്ട് വൃത്തിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചേച്ചി ഏതിലാണ് റിസർച്ച് ചെയ്യുന്നതെന്നറിയോ? എപ്പിസ് സെറാന ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു സ്പീഷീസിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞൊടിയൻ തേനീച്ച എന്നൊക്കെ പറയും നമ്മുടെ മലയാളത്തിൽ. അതിലാണ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, തേനീച്ചയുടെ അടുത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വെറുതെ അങ്ങ് ചെല്ലാൻ പറ്റില്ല. നമ്മൾ പുക ഇടാറുണ്ടല്ലേ, പുക ഇട്ടിട്ട് പോവാറുണ്ട്. അപ്പോൾ നമ്മൾ പുക ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് ആണിത്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വേറൊരു കൊളീഗ് അനുചേച്ചി എന്ത് ചെയ്യുന്നുണ്ട്, ഇതാ പുക ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഹാർമോണിയത്തിൻ്റെ സൈഡിലൊക്കെ വായിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലത്തതാണിത്. അത് വെച്ചിട്ടാണ് അനുചേച്ചി ഇങ്ങനെ പുക ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ചേച്ചി പുകയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അപ്പുറത്ത് ഗായത്രി ചേച്ചി ഇതാ നമ്മുടെ കൂട്ടിലേക്ക് കൈയൊക്കെ ഇട്ടിട്ട് സാധനം പുറത്തെടുത്ത് തുടങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ തേൻ ശേഖരിക്കപ്പെടുന്ന ഭാഗം, ഹണി കോംബ് എന്ന് പറയുന്നത്. കാലാവസ്ഥ സഡനായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്, കണ്ടോ. ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള തേനീച്ചക്കൂട്ടങ്ങൾ. ഓക്കെ, ചേച്ചി ഇതാ ഒരു തേനീച്ചയ്ക്ക് ഒരു പോറലും ഏൽക്കാതെ നമ്മുടെ ഈ ഹണിക്കോംബ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുക അങ്ങോട്ട് അടിച്ചതിന് ശേഷം ഇതാ അത് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ, അങ്ങനെ പുക അടിക്കുന്നു, കളക്ട് ചെയ്യുന്നു. ചേച്ചിയുടെ ചുറ്റും പാറുന്ന കണ്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, ഒത്തിരി ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് ഒട്ടും മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം മഴ തകൃതിയായി പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കളക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകണം, അല്ലെങ്കിൽ കൂട്ടിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നീട് അത് തേനീച്ചക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിത് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണ്. ചേച്ചി പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് ശ്രദ്ധാപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തേനീച്ച ഞങ്ങളുടെ അടുത്തേക്കും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഴ കൂടിയത് കാരണം നമ്മൾ തൽക്കാലം നമ്മുടെ പരിപാടി നിർത്തിവെച്ച് ഒന്ന് മാത്രം കളക്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ അതുപോലെ തിരിച്ചു വെക്കുകയാണ്. ഇതാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഹണി കോംബ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ കളക്ട് ചെയ്ത സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെറ്റപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.